എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ വീട്ടമ്മമാർക്ക്, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. മുൻപുണ്ടായിരുന്ന പദ്ധതികൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ മുൻ സർക്കാർ ആരംഭിച്ച പദ്ധതി സംസ്ഥാന സർക്കാരും തുടരുകയാണ്. പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അലോക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജൂൺ മാസം 19-ാം തീയതിയുള്ള ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നതാണ്. കുടിശ്ശിക വന്നിട്ടുള്ളവർക്ക് ആ ഒരു ആനുകൂല്യം തുടർന്ന് ഒരു വർഷക്കാലത്തേക്ക്, അതായത് വരുന്ന സാമ്പത്തിക വർഷത്തിന്റെ തുടക്കം വരെയുള്ള വിതരണം ചെയ്യേണ്ട ധനസഹായം അത് കൃത്യമായിട്ട് നീക്കിവെക്കുകയും ചെയ്യുന്നതാണ്. പ്രതിമാസം 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുന്നത്. ഇത് മാത്രമല്ല, സാധാരണക്കാർക്കായിട്ടുള്ള APL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കും ഒരുപക്ഷെ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ APL BPL വ്യത്യാസമില്ലാതെ പെൺകുട്ടികൾക്ക്, അതും കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ കൂടി നൽകുവാൻ ഒരുങ്ങുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിന്റെ പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 19-ാം തീയതി ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നിലവിൽ ഡിഗ്രി കോഴ്സുകളാവട്ടെ, PG കോഴ്സുകളാവട്ടെ, മറ്റ് ഡിപ്ലോമ കോഴ്സുകളാകട്ടെ, ഇത്തരത്തിൽ വിവിധ കോഴ്സുകൾ റെഗുലർ മോഡിൽ നിലവിൽ വിദ്യാഭ്യാസം നേടുന്നവർക്കായിരിക്കും ഈ ഒരു ധനസഹായം ലഭിക്കുന്നത്. പെൺകുട്ടികൾക്ക് അവരുടെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 1000 രൂപ വീതം ഒരു അക്കാദമിക് ഇയർ, അതായത് 10 മാസത്തേക്ക് വേണ്ട സാമ്പത്തിക സഹായമായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അത് മാത്രമല്ല, സൗജന്യ യാത്ര കൂടി ജൂൺ മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനം ഉടനീളമുള്ള KSRTCയുടെ ഓർഡിനറി ബസ്സിലായിരിക്കും ആദ്യഘട്ടത്തിൽ, അതായത് ഇതൊരു ട്രയൽ റൺ എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. 100 ദിവസത്തേക്കുള്ള പരീക്ഷണം ഓർഡിനറി ബസ്സുകളിലുള്ള ഇത്തരം സൗജന്യ യാത്രയിൽ സ്ത്രീ ഗുണഭോക്താക്കൾക്ക്, പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമായിട്ട് തന്നെയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് എത്ര തുകയാണ് സംസ്ഥാന സർക്കാരിന് ബാധ്യതയായിട്ട് വരുന്നത്, അത് കൃത്യമായിട്ട് പരിശോധിച്ച് അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളുടെ റെസ്പോൺസ് ഇതിൽ എത്രത്തോളമാണ്, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഇതിന്റെ അപ്ഡേഷൻ. 100 ദിവസത്തിന് ശേഷം ഇതിന്റെ തുടർന്നുള്ള അപ്ഡേഷൻ മറ്റ് വിഭാഗങ്ങളിൽ കൂടി, അതായത് ലിമിറ്റഡ്, സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ തുടങ്ങിയ വിഭാഗങ്ങളിൽ പരിഗണിക്കണമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തീരുമാനം എടുക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ ആണ് എങ്കിൽ പോലും ഒരുപാട് ആളുകൾ ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. ആനുകൂല്യം കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിലേക്കുള്ള ധനകാര്യ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അതുമാത്രമല്ല, ബഡ്ജറ്റ് പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.